അമ്മേനെ കൊണ്ട് നമുക്ക് ഒരു വിഷ്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുടില് അരി കഴുകി കഴിഞ്ഞു, അരി കഴുകി കഴിഞ്ഞു. അതെ, കഴുകി എന്ന് പറയരുത് എന്നിട്ട് എപ്പോഴും കമന്റ് വരും. ചേട്ടനെ ക്ഷമ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇതിപ്പോൾ പറക്കി കളയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വേണ്ടോ? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കളയാൻ ചേട്ടനില്ല. അപ്പം ഞാൻ ഉപ്പും ജീരകം എടുത്തിട്ട് വരാന്ന് ചേട്ടൻ്റെ പിന്നാലെ ചേട്ടൻ പോയിട്ട് എടുത്തോ. ചിലര് പാച്ചോറ് എന്ന് പറയും, ചിലര് തേങ്ങച്ചോറ്. നമ്മുടെ പാച്ചോറ് തൃശ്ശൂര് പാച്ചോറ് എന്ന് പറയാലോ. കയ്യിലിട്ടത് എല്ലായിടത്തേക്കും ആക്കിയത്. ഒരു കലാകാരന്റെ കരവിരുതോടെ നമ്മളിത് പരത്തണം കേട്ടാ. പുറത്ത് കണ്ടോ നമ്മുടെ വിഷുക്കട്ട ശർക്കര നീരിനോട് വരാൻ പറയുന്നേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇതേ കോടക്കായിട്ട് വരുന്നൊക്കെ കൊടല്ല അല്ല ജഗ്. അപ്പൊ ഇന്നലെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അച്ഛനും അമ്മയും തുന്തുരും ചക്കരയും ഉണ്ണിയും ഒക്കെ ഉണ്ട്. അമ്മേനെ കൊണ്ട് നമുക്ക് ഒരു വിഷ്കട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കുടില് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അമ്മയുടെ രീതിയിൽ വെക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് വന്നേക്കാണ്. സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. 2 നാളികേരത്തിന്റെ 2-ാം പാലും 3-ാം പാലും കൂടി ഇതാണ് ഇട്ടത്. ഇതാണ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. അരി ഒഴിക്കാൻ പോകണം. വെള്ളം 1 കിലോ അരിക്കുള്ളതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ 2 നാളികേരത്തിന്റെ 2-ാം പാലും 3-ാം പാലും 1-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ വെള്ളം ഒഴിക്കണം. അത് വേവാൻ ആവശ്യമായ വെള്ളം. നാളികേരപ്പാൽ ഒഴിച്ചു, ബാക്കി വെള്ളം പോരെ. പോരാന്നാണ് അമ്മ പറയണേ. ഇത്രയ്ക്കും കൂടി ഒഴിച്ചു കേട്ടാ. അമ്മയ്ക്ക് ഇവിടെ ഇരിക്കണ്ടേ? മൺചട്ടി ആയതുകൊണ്ട് വെള്ളം പോരായി വരും. ഏ കണ്ട അരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള്. ഉണക്കല്ലരി എന്ന് പറയുന്ന ഒരു അരിയാണ് ഇട്ടത്. കണ്ട ചുമന്നിരിക്കുന്ന പച്ചരി. ഈ അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. കഴുകണം. അരി കഴുകി കഴിഞ്ഞു, അരി കഴുകി കഴിഞ്ഞു. അതെ, കഴുകി എന്ന് പറയരുത് എന്നിട്ട് എപ്പോഴും കമന്റ് വരും. പക്ഷെ നമ്മൾ കഴുകാന്നല്ലോ പറയാ. അങ്ങനെ വരുള്ളൂ, കഴുകി വരുള്ളൂ. വയല് നെല്ലുണ്ടല്ലോ മേലില്. നെല്ലുണ്ടാവും, ചില മണിയിലുണ്ടാവും. ഒരേ കളറായിട്ടിരിക്കും. കഴുകിയപ്പോഴാണ് നെല്ല് കാണുന്നത്. എത്ര നേരം നെല്ല് കണ്ടു തുടങ്ങില്ല. അത് അവിടെ ഇവിടെ ഓരോന്നുണ്ടാവുള്ളോ. അതറിയാം. അല്ല, അത് പാച്ചോറിലേക്ക് എടുക്കണത് കാണണം. അങ്ങനത്തെ ഓരോ നെല്ലുകള് ഇടയ്ക്ക്. ചേട്ടനെ ക്ഷമ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇതിപ്പൊ പറക്കി കളയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വേണ്ടോ? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കളയാൻ ചേട്ടനില്ല. ചേട്ടന് വിഷ്കട്ട ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലിപ്പോ നെല്ല് ഇപ്പൊ 1, 2, 10, 15 എണ്ണം കിടന്നാലും ചേട്ടന് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അരി കഴുകി ഇവിടെ നമ്മൾ വെച്ചു. നമുക്കിത് തിളയ്ക്കുമ്പോഴാണ് ഇടുന്നത്. അപ്പോഴത്തെ 2 സാധനങ്ങൾ എടുത്തിട്ട് വരണം. ഉപ്പും ജീരകവും. ജീരകം പൊടിക്കൊന്നും ചെയ്യലോ, വെറുതെ ഇങ്ങനെ ഞാനാക്കിയിടല്ലോ. അപ്പൊ ഞാൻ ഉപ്പും ജീരകം എടുത്തിട്ട് വരാന്ന് ചേട്ടന്റെ പിന്നാലെ. ചേട്ടൻ പോയിട്ട് എടുത്തോ. കാക്കകള് കണ്ടമാനം വന്ന് കരയുന്നുണ്ട്. നല്ല പോലെ തീർക്കുന്നുണ്ട്. തുന്തുരും ചക്കരയും ഉണ്ണിയും പിന്നെ തുന്തുരിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ ഫാമിലി കൂടിയിട്ട് കടല് കാണാൻ പോയേക്കാം. സ്നേഹതീരം അല്ലേ? സ്നേഹതീരല്ലേ? അച്ഛൻ പോയിട്ടാ. അച്ഛൻ കാലത്ത് പോയി. അമ്മേനെ പിന്നെ പിടിച്ചു നിർത്തിയത് അത് ഉണ്ടാക്കിയിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. കാക്കകള് ഒരുപാടെണ്ണുണ്ട്. കാക്കകൾ കണ്ടമാനം നമ്മുടെ ഇവിടെ. നമ്മുടെ നാളികേരപ്പാല് തിളച്ചു തുടങ്ങിട്ടാ. തള വരുന്നുണ്ട്. അപ്പൊ വേണം നമുക്ക് അരി ഇടാൻ. അരി ഇട്ട ഒഴിച്ച് തളന്നു. ഇളക്കാലമ്മേ.
അപ്പൊ നമ്മൾ അരി ഇട്ടുട്ടാ. അരി ഇട്ടതിന്റെ പിന്നാലെ തന്നെ ഒരു വലിയൊരു മുറി നാളികേരം ചെരുകിയത് അതിലിട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇട്ടാ മതി, അല്ലെങ്കിൽ 2 നാളികേരത്തിന്റെ പാല് മാത്രം മതി 1 കിലോ അരി. അതായത് ചിലവർക്ക് ഈ നാളികേരം അങ്ങനെ കടിക്കണത് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉള്ളവര് നാളികേരം ചെരിയിട്ടില്ല, അതിന്റെ ഒക്കെ പാല് ഒഴിക്കുന്നു. പിന്നെ ചിലവര് വെള്ളത്തിലാണ് അരി വേവിച്ചിട്ട് നാളികേരം നാളികേരപ്പാലേ ചേർക്കില്ല. അത് നാളികേരം വെള്ളം തിളയ്ക്കാൻ നിൽക്കുമ്പോ തന്നെ അതില് നാളികേരം ചെരുകിയിടും. അപ്പൊ അതിലെ പാല് നല്ലപോലെ പാത്രത്തില് മെഴുക്കൊക്കെ പിടിക്കുമ്പോ അരി വേഗം അടിയിൽ പിടിക്കില്ല. അല്ലെങ്കിൽ മൺപാത്രം പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. അതായതേ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഇത് അരി ഇടാനുള്ള വെള്ളം വെക്കില്ലേ, അപ്പോളേ തന്നെ നാളികേരം ആയം തന്നെ ഇടണം. എന്നിട്ടാണ് അത് തിളയ്ക്കുമ്പോഴാണ് അരി ഇടുക. നല്ല ചൂടാ അടുപ്പിന്ന്. എന്താ വെച്ചാലേ ചിരട്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം അരി ഇട്ടതിന്റെ പിന്നാലെ തള വന്നു. തിള അടിയിലേക്ക് പോകാൻ പാടില്ല. അത് തിള നിക്കരുത്, എപ്പോഴും തിളച്ചോണ്ടിരിക്കണം. കട്ടിയിലേക്കായി തുടങ്ങി. പിന്നെ വെള്ളം വറ്റി വന്നു കേട്ടാ. അപ്പൊ ഇനി 1-ാം പാൽ ഒഴിക്കാൻ പോകണം. 2 നാളികേരത്തിന്റെ 1-ാം പാല്. അപ്പുറത്തെ അടുപ്പിൽ നമ്മള് ശർക്കര ഉരുക്കാൻ വയ്ക്കാൻ പോകണം കേട്ടോ. അതിന് അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അതിന്റെ പുകയിന് ഇതാ വരുന്നുണ്ട തീശ അപ്പുറത്തെ അടുപ്പിന്ന്. ഇതിന്റെ തീ ഇനി അങ്ങനെ കത്തിയിന് കുഴപ്പമില്ല. പിന്നെ പാച്ചോറ്, നമ്മുടെ വിഷുക്കട്ട വിഷുക്കട്ട നിരത്താനായിട്ട്. അതേനെ വിഷുവിന് അരി വാങ്ങിയിട്ട് എങ്ങനെയാലും ബാക്കിയുണ്ടാവും. അപ്പൊ വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോ ഉണ്ടാക്കും എങ്ങനെയാലും. അല്ലെങ്കിൽ അരി ഇരുന്ന് കേടായി പോയില്ലേ. പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ ബാക്കിലോണ്ട് പായസം ഉണ്ടാക്കും. അറിയില്ല, വെറുതെ ശർക്കരയും നാളികേരം ചെരുകിട്ടിട്ട് പായസം ഉണ്ടാക്കും. സാധാരണ പണ്ടൊക്കെ കൊയ്ത്ത് കഴിയുമ്പോ പച്ചനെല്ല് കുത്തും. എന്നിട്ട് അപ്പൊ ഒരു പാച്ചോറ് വയ്ക്കും. ചിലര് പാച്ചോറ് എന്ന് പറയും, ചിലര് തേങ്ങച്ചോറ് എന്ന് പറയും. നമ്മുടെ പാച്ചോറ് തൃശ്ശൂര് പാച്ചോറ് എന്ന് പറയാല്ലേ. എനിക്കും അച്ഛനും അമ്മയ്ക്കും തുന്തിനും ഒക്കെ ഇഷ്ടം. അത് കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ചിട്ടില്ലേ, കാരണം ചേട്ടന് ഇഷ്ടമില്ല. ഇതിലത്തെ അരി വെന്തോട്ടാ. നീ ഇതിലേക്ക് ഉപ്പിടാൻ പോണ്. ഉപ്പിടണു. ഉപ്പ് കറക്റ്റിന് വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ജീരകം എടുത്തിട്ട് ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ജീരകം കയ്യിലിട്ട് തിരുമ്മ. സരിതിക്ക് തിരുമാറി എല്ലായിടത്തേക്ക് ആക്കിയത്. അങ്ങനെ തിരുമ്മിട്ട് നല്ല എല്ലായിടത്തേക്കും തീരണല്ലേ, തിരുമ്മിടണം. അത് ഓരോരുത്തരുടെ ഇഷ്ടാട്ടാ. ചിലർക്ക് ജീരകം കടിക്കുന്നത് ഇഷ്ടമില്ല, വലിയ ഇഷ്ടമില്ല. എനിക്കതെ ജീരകം കടിക്കുന്നത് അധികം ഇഷ്ടമില്ല. ഞാനത് കാരണം കുറച്ചിടുള്ളൂ. ഇറക്കണോട്ടാ. ഇതിലേക്ക് ചെറിയ നല്ലതുണ്ട്. ഒറ്റടിക്കേണ്ടി പോകുന്നു. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങൾ ഇരുന്നാണ് തിന്നോ. ഇഷ്ടമുള്ളവരല്ലേ അല്ലേ. ഞാൻ പറയാം, ഒരു കലാകാരന്റെ കരവിരുതോടെ നമ്മളിത് പരത്തണോട്ടാ. ചേട്ടന് എന്ത് ഇഷ്ടമില്ല? ചേട്ടന് ഇത് ഇഷ്ടമില്ല. പിന്നെ ഇത് ഇങ്ങനത്തെ കൊണ്ട് ഉണ്ടാക്കണ പായസം ഉണ്ട്, അമ്പലത്തിൽ നിന്ന് കിട്ടില്ലേ പായസം, കടും പായസമൊക്കെ, അത് ഇഷ്ടമില്ല. കടും പായസം അങ്ങനെ ഇഷ്ടമില്ല. ഓരോ എന്താ പറയാ ആഘോഷങ്ങൾക്കും ഓരോ തരം പലഹാരങ്ങളുണ്ടല്ലേ. ഇത് സെറ്റായിട്ടാ. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. ശർക്കര നീര് ഉരുക്കാൻ പോവാണ് കേട്ടാ. നമ്മുടെ വാൽപാത്രമാണ് അതിന് ഉപയോഗിക്കണത്. ചട്ടിക്ക് എങ്ങനെയാ മഴക്കണേന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, വലിയൊരു അട്ടയില് വെള്ളം കിടന്ന് നിറച്ചിട്ട് ഇത് മുഴുവൻ മുക്കിയിട്ടു. അതില് 3-4 ദിവസമായിട്ട് വെള്ളത്തിൽ മുങ്ങി എടുക്കായിരുന്നു എല്ലാ പാത്രങ്ങളും. നമ്മുടെ വിഷുക്കട്ട ഇപ്പുറത്ത് റെഡി. ഇനി ശർക്കര ഉരുക്കാൻ പോവാണ്.
മറയൂർ ശർക്കരയാണ്. ആദ്യം വെള്ളം ഇത്തിരി ഒഴിക്കണം. നമ്മുടെ കുറച്ച് മണ്ണിന്റെ പാൽപാത്രം അര ഗ്ലാസ് വേണ്ട. അടുപ്പത്ത് വെച്ചു. മതി മതി മതി. ശർക്കര ഇടുന്നു. ഇത് സുഖമായിട്ട് പൊടിച്ചിടാം. ഇത് എന്തോരം എടുക്കണം അമ്മ? ഇട്. ഇത് 1 കിലോന്റെ പാക്കറ്റാണിത്. 280 ഉണ്ടാക്കിയോ? ശർക്കര നീരായിട്ടാ കള വന്നതിന് ശേഷം ഇതിടാ. ഇത് 2 ഏലക്കായും പിന്നെ ഒരു കുഞ്ഞ കഷ്ണം ചുക്ക് പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ ജീരകം പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചു കൊണ്ട് വെച്ചേക്കാട്ടാ. ചതച്ചിട്ടാലും മതി അല്ലേ? അങ്ങനെയാണ് സാധാരണ അങ്ങനെ ചെയ്യാ. ഇത് തിളച്ചു കഴിഞ്ഞാൽ അപ്പരിക്കിടാം. അതോടുകൂടി ഇറക്കാം അല്ലേ? ഇത്രേ ഉള്ളൂ. തിളച്ച് കട്ടിയാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത്തിരി വെള്ളത്തിലാക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ തിളച്ച് വറ്റിക്കണില്ലല്ലോ ഇത് അല്ലേ? അപ്പുറത്ത് കണ്ടോ നമ്മുടെ വിഷുക്കട്ട ശർക്കര നീരിനോട് വരാൻ പറയുന്നേ. പിന്നെ അത് ചൂടാറിയല്ലേ? ചൂടാറി കഴിഞ്ഞാൽ മുറിക്കിയത് തിളക്കണോട്ടാ. ശർക്കര തിളച്ചൂടാ. അപ്പൊ അതിലേക്ക് ഈ പൊടി ഇടണം. പൊടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറക്കാം. അത് ലയിച്ച് കഴിഞ്ഞാൽ ഇറക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ഈ ചുക്കും ജീരകവും ഏലക്കായൊക്കെ വെറുതെ ഇങ്ങനെ കുത്തിച്ചതച്ചിടുള്ളൂ. എന്നിട്ട് അതൊക്കെ നീട്ടി വെച്ചിട്ട് വേണം ഇത് തിന്നാനായിട്ട്. ഞാൻ അത് കാരണം ഇത് നൈസായിട്ട് പൊടിച്ചോണ്ട് വന്നു. അതില് കൊറേ ശർക്കര നീര് പോവും ചെയ്യും. അത് തന്നെ. പിന്നെ അത് തുപ്പി കംപ്ലീറ്റ് കിട്ടും. അല്ല, അത് തുപ്പി കളയുന്ന സ്ഥലം അന്വേഷിച്ചാക്കണം. അങ്ങനെയുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഓർമ്മ വെച്ചോ. നമ്മുടെ പാച്ചോറല്ല വിഷുക്കട്ട റെഡിയിട്ടാ. ഇതിനെയാണ് മുറിക്കും നമ്മുടെ ശർക്കര നീര്. ഇത് ചെറുതായിട്ട് തണുത്തൂട്ടാ. അപ്പൊ നമ്മളിത് മുറിക്കാൻ പോവാണ്. മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കഷ്ണങ്ങള് ഇതിന് മൂർച്ചൊന്നും വേണ്ട. വിഷുക്കട്ട നമ്മളോടൊക്കെ പണ്ടത്തെ ഇത്രയ്ക്ക് ഓരോന്ന് ഇത്രയ്ക്ക് പോകുന്ന കഷ്ണങ്ങളാ. അപ്പൊ നമ്മുടെ മൺപാത്രത്തിൽ വെക്കാൻ പോണം. മൺചട്ടി കണ്ട പ്ലേറ്റ്. എത്ര വയ്ക്കണം? ഇനി ഇതിന്റെ മീതെ ഇത് ഒഴിക്കുക ചെയ്യേ. നമ്മുടെ ഇത് ഒഴിക്കണം. അങ്ങനെ സംഗതി ഉഷാറായി. ഇനിയിത് നമ്മൾ കഴിക്കാൻ പോകണം. നമ്മുടെ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് ഇവര് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവര് ഇതിൽ അതിവിദഗ്ധന്മാരാണ് ഇവര് 2 പേര്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗതിയായ കാരണം ഇവർക്ക് ഭയങ്കര താല്പര്യമാണ്. അച്ഛനാണ് നല്ല ഇഷ്ടം. അമ്മ തന്നെ കഴിച്ചോ. ശർക്കര നീര് കൂട്ടി വാടാ. ടേസ്റ്റ് നോക്കി നോക്ക്. വായോ. ശർക്കര നീരില് ഓരോ സാധനം സോസിലൊക്കെ കൂട്ടി കഴിക്കില്ലേ? അതുപോലത്തെ ഒരു വെർഷനാണ്. നോക്ക്. ശർക്കര നീര് വെച്ച് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് മറ്റോണം കഴിക്കുമ്പോഴോ അത് കൂട്ടി കഴിച്ച ഇഷ്ടമുള്ളവർക്ക് അത് തന്നെ കൂട്ടി അപ്പോഴതിന്റെ ടേസ്റ്റ് അല്ല. നമ്മള് പാച്ചോറ് ഉണ്ടാക്കുമ്പോ മൂന്ന് വെള്ളം പോലെ അപ്പൊ ഇങ്ങനെ പരത്തി കട്ടയൊക്കൊന്നുമില്ല. രസമുണ്ട്. നല്ല അരിയാണ്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ. ഞാനും ഒരു സ്വല്പം കഴിക്കുന്നുണ്ട്. ചെറുപ്പക്കാലത്തൊക്കെ അമ്മ ഉണ്ടാക്കി തരും. എടുത്തിട്ട് കിട്ടണില്ലേ കയ്യില്. താല്പര്യമില്ല ആൾക്ക്. പായസം കഴിക്കണ പോലെ തന്നെ. അല്ല, പായസം കഴിക്കണ പോലെ. സാധാരണ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോഴത്തെ ചേട്ടന്റെ കഴിക്കല് കണ്ടിട്ടുള്ളതല്ലേ. അതും ഇതും തമ്മിൽ നോക്ക്. കയ്യില് കിട്ടണില്ല എടുത്തിട്ട്. എനിക്ക് ഈ വേവ് കറക്റ്റ് പാകത്ത് വല്ലാണ്ട് വെന്ത് കുഴയാൻ പാടില്ല സാധനം. നല്ല ടേസ്റ്റ് സാധനം. ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ജീരകണ്ട്. അവന് ജീരകത്തിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് കടിക്കുന്നത് വേണോ ഇനി? വേണമെങ്കിൽ വാ.
അപ്പൊ പാച്ചോറ് അല്ല എപ്പോഴും പാച്ചോറെന്ന് പറയും വിഷുകെട്ട. അപ്പൊ എല്ലാവരും ഉണ്ടാക്കാട്ടാ. ഞങ്ങള് വീട്ടിലേക്ക് പോവാം, അമ്മേനെ കൊണ്ടാക്കണം. അതിന്റെ ഒപ്പം ഞങ്ങള് ഇത് അച്ഛന് കൊടുക്കണം. പിന്നെ ഇവിടേക്ക് അത് നേരെ ഞങ്ങള് സ്നേഹതീരത്തേക്ക് പോകും. ആ അപ്പൊ നമ്മൾ നിർത്താം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.